ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് 6th ഫെബ്രുവരി. ഇന്ന് ഞാൻ കണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ രണ്ട് മേജർ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് കമ്മിങ് വരുന്നത് നാളെയും മറ്റന്നാളായിട്ടും വരുന്നുണ്ട്. ഒന്ന് ഓഫ് കോഴ്സ് നമ്മുടെ RBIൻ്റെ പോളിസി, രണ്ടാമത് വരുന്നത് ഡൽഹി ഇലക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡൽഹി ഇലക്ഷൻ ഓൾറെഡി മാർക്കറ്റിൽ അറിയാൻ തോന്നുന്നു. RBI പോളിസിയും റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്ന മാർക്കറ്റ്. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ റുപ്പി വളരെ വീക്കാണ്. 88 റുപ്പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റുപ്പി ചെയ്യുന്നത്. റുപ്പി ഇങ്ങനെ ഫോൾ ചെയ്യുന്നത്, എല്ലാ ഏഷ്യൻ കറൻസിയും ഫോൾ ചെയ്യുന്നുണ്ട്, റുപ്പിയും ഫോൾ ചെയ്യുന്നുണ്ട്. ഒന്ന് എൻ്റെ അഭിപ്രായത്തിൽ നാളെ ഇപ്പോൾ റേറ്റ് കട്ടും കൂടി ഉണ്ടെങ്കിൽ റുപ്പി പിന്നെയും ഫോൾ ചെയ്യാനാണ് സാധ്യത. സോ ഇൻഫ്ലേഷൻ ഇനിയും കൂടാനാണ് സാധ്യത ഉണ്ടാവുക. അപ്പം ഇപ്പോഴത്തെ പുതിയ റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ എന്താണ് നാളെ പറയുന്നതിൽ നമുക്ക് നോക്കാം. പിന്നെ ഡൽഹി ഇലക്ഷനെ കുറിച്ച് പറയാനുണ്ട്. ഡൽഹി ഇലക്ഷനിൽ BJP ജയിക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഒപ്പീനിയൻ പോൾ കാണുന്നത്. സോ അതിപ്പോൾ ഈ BJPക്കാർ വോട്ട് ചെയ്യുന്നു, ആം ആദ്മിക്കാർ വോട്ട് ചെയ്യുന്നു, കോൺഗ്രസ്സിന് ആര് വോട്ട് ചെയ്യുന്നുള്ള പോപ്പുലേഷൻ സ്പ്ലിറ്റ് നോക്കുകയെന്ന് വെച്ചാൽ തന്നെ അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയാണ്. കാരണം നമ്മളെ ഇന്ത്യയിലെ ഹിന്ദു പോപ്പുലേഷൻ 1961 സെൻസസ് പ്രകാരം 84.5% ഹിന്ദുക്കളുണ്ടായിരുന്നു. അത് 2001 സമയത്ത് അത് കുറഞ്ഞിട്ട് ഓൾമോസ്റ്റ് 81%ലേക്ക് വന്നു കഴിഞ്ഞു. അതേസമയത്ത് മുസ്ലിം പോപ്പുലേഷൻ്റെ ഫിഗർ 9.9% 1961 ഉണ്ടായിരുന്നത് 2001 അത് വന്നത് 12.5%ലേക്ക് കൂടുക ചെയ്തു. സോ ഈ BJPക്ക് മുസ്ലിം വോട്ട് ഉണ്ടാവില്ല, ആം ആദ്മിക്ക് സിഖ് വോട്ടുകൾ കൂടുതലുണ്ടാവും. സോ BJPക്ക് ആരാണ് വോട്ട് ചെയ്യുന്നത്? ഈ ഇതിൽ വരുന്ന ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ഹിന്ദുസിനുള്ള കാസ്റ്റ് വോട്ടാണ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തുള്ളത്. സോ അതിലെത്ര സ്പ്ലിറ്റ് വരുന്നുള്ള കാര്യം നാളത്തെ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്കറിയാൻ പറ്റും. സോ ഇത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ ഇന്നത്തെ ചില സ്റ്റോക്കുകളെ കുറിച്ച് പറയാനുള്ളത് സ്വിഗ്ഗി എന്നുള്ളൊരു കമ്പനിയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാലോ, ഓൺലൈൻ ഡെലിവറി കമ്പനിയാണ് സ്വിഗ്ഗി. സ്വിഗ്ഗിയുടെ റിസൾട്ട് വളരെ മോശം റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ സുല വൈൻസിൻ്റെ റിസൾട്ട് മോശം. വൈൻ ആരും ഇപ്പോൾ കുടിക്കുന്നില്ല തോന്നുന്നത്. കാരണം ഇത്ര എക്സ്പെൻസീവായ വൈൻ ആരും വാങ്ങിച്ചു കുടിക്കാൻ ഇന്ത്യയിലൊക്കെ. മേ ബി ആൾക്കാരുണ്ടാവും, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ റിസൾട്ട് മോശമാണ്. പിന്നെ ഇന്നൊരു സ്റ്റോക്ക് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ദ സ്റ്റോക്ക് ഈസ് നത്തിങ് ബട്ട് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. ഇതിൻ്റെ കറക്ഷൻ കഴിഞ്ഞു. ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു 56 റുപ്യ വരെ പോയി. അവിടെ നിന്ന് 200 DMA കഴിഞ്ഞിട്ട് സ്റ്റോക്ക് റിക്കവർ ചെയ്യാന്ന്. ഇപ്പോൾ അതിനുള്ള പ്രൈസ് 63 റുപ്യാണ്. സോ IDFC ഫസ്റ്റ് ബാങ്ക് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇറ്റ് വിൽ മൂവ് അപ്പ് എന്നാണ്. പവർ ഗ്രിഡ് ഞാൻ 2 ദിവസം പറഞ്ഞു. ഇന്ന് പവർ ഗ്രിഡ് നന്നായി ചെയ്യുന്നുണ്ട്. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.